നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശു ചെയ്തതും ഉപദേശിച്ചതും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് ലൂക്കോസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ലൂക്കോസ് 2 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തേത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അതും ഈ തെയോഫിലോസിനെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം ശ്രീമാനായ തെയോഫിലോസേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത്. ലൂക്കോസ് പൗലോസിനോടുകൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വൈദ്യനായിരുന്നു എന്നാണ് പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ ലൂക്കോസ് എഴുതുമ്പോൾ ശ്രീമാനായ എന്നുള്ള ആ സംബോധന ഒഴിവാക്കിയിരിക്കുകയാണ്. തെയോഫിലോസ് റോമ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഒരു ചരിത്ര പഠിതാവോ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്. ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പാരായണം കൊണ്ട് ഒരുപക്ഷെ തെയോഫിലോസ് ഒരു വിശ്വാസിയായി മാറിക്കഴിഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം ശ്രീമാൻ എന്നുള്ള സംബോധന ഒഴിവാക്കിയതെന്ന് പറയുന്ന സ്കോളേഴ്സ് ഉണ്ട്. ഇവിടെ അപ്പോസ്തലന്മാരുടെ ചരിത്രം, അവരുടെ ശുശ്രൂഷയുടെ ആദ്യഘട്ടം, അതാണ് ലൂക്കോസ് ഇവിടെ എഴുതുന്നത്. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശം തുടങ്ങിയ സ്ഥലത്തെ കുറിച്ചായിരുന്നുവല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, അതായത് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന നാൾ വരെ ഈ ഭൂമിയിൽ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സുവിശേഷത്തിൽ താൻ എഴുതിയത്. അതിൻ്റെ ക്രമം ശ്രദ്ധിക്കേണ്ടതാണ്. ചെയ്തും ഉപദേശിച്ചും, ഉപദേശിച്ചും ചെയ്തും എന്നല്ല, ചെയ്തും ഉപദേശിച്ചും. അതൊരു നല്ല ക്രമമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്, അനുഭവമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്. പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മുടെ വ്യക്തി ജീവിതം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു അതാണ് നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്നത്, ചെയ്തും ഉപദേശിച്ചും. തുടർന്ന് താൻ എഴുതുന്നത്, അവൻ കഷ്ടം അനുഭവിച്ചിട്ട് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് ഏറെ താമസിയാതെ ദൈവരാജ്യം ഭൂമിയിൽ ഉണ്ടാകും എന്ന്
യേശു പറഞ്ഞവരെ ധൈര്യപ്പെടുത്തി, അവർക്ക് പ്രത്യാശ നൽകി. എന്നിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ ശിഷ്യന്മാരൊരു ചോദ്യം അവരോട്, കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതായത്, നീ ഈ കാലത്തിലാണോ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്? അവരുടെ മനസ്സിലതുണ്ടായിരുന്നു. യേശു ഭൂമിയിൽ അവരുടെ ശുശ്രൂഷക്കാലത്ത് ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. സംഭവിച്ചില്ല. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഈ സമയത്തായിരിക്കും എന്നൊക്കെ അവർക്ക് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ യേശു അവരോട് പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. നിങ്ങൾ ഈ യെരൂശലേം നഗരത്തിൽ നിന്ന് ഉടനെ പോകരുത്. പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ബൈബിളിലെ ഏക ദൈവത്തിലെ ഒരാളത്വമാണ് പരിശുദ്ധാത്മാവ്. ഏക എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ആളത്വങ്ങൾ കൂടുന്നതിനെയാണ് ഏക എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ദൈവം പറഞ്ഞത് അവർ മേലാൽ രണ്ടല്ല, ഏകദേഹം അത്ര എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്നതാണ് ബൈബിളിലെ ഏകദൈവം. ഈ മൂന്ന് ആളത്വങ്ങൾക്കും ഒരേ സാരാംശമാണ്. സാരാംശം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും സമത്വമാണ്. സ്വാഭാവിക ഗുണലക്ഷണം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം, രക്ഷാകർമ്മം, ന്യായവിധി, സർവജ്ഞാനം, സർവശക്തി, സർവ്വവ്യാപകത്വം, നിത്യത്വം, ഇതൊക്കെയാണ് സ്വാഭാവിക ഗുണലക്ഷണങ്ങൾ. അങ്ങനെ ഉള്ള ആളാണ് ദൈവം, അല്ലാത്തൊന്നും ദൈവമല്ല. രണ്ടാമത് ധാർമ്മിക ഗുണലക്ഷണങ്ങളും വേണം. സ്നേഹം, വിശുദ്ധി, ഇതൊക്കെ കൃപ, കരുണ, ദയ, ഇതൊക്കെ ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണലക്ഷണങ്ങളാണ്. അപ്പോൾ സ്വാഭാവിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യ സാരാംശമാണ് ഉള്ളത്. എന്നാൽ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. അതായത്, പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലോകത്തെ സ്നേഹിച്ചു, അതായത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, ഒരു മാർഗമൊരുക്കുവാൻ, മനുഷ്യനോട് കരുണ കാണിക്കുവാൻ പിതാവിന് പ്രസാദമുണ്ടായി. പിതാവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ പ്രവൃത്തി എന്ന് പറയുന്നത് ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പുത്രൻ്റെ ശുശ്രൂഷ അത് വർക്കൗട്ട് ചെയ്യുവാൻ സന്നദ്ധനായി, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതായത് മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യൻ്റെ നരകം അനുഭവിക്കുവാൻ, ഒരു മനുഷ്യനെ പോലെ ഇവിടെ ആകുവാൻ, ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് ഇവിടെ വന്ന് വേദനയും ദുഃഖവും വിശപ്പും ദാഹവും ഉറക്കവും ക്ഷീണവും ഒക്കെ അനുഭവിച്ച് പിന്നെ തൻ്റെ അത്ഭുതങ്ങളിലൂടെയും ശുശ്രൂഷകളിലൂടെയൊക്കെ ദൈവത്വം തെളിയിച്ച ശേഷം മനുഷ്യൻ്റെ നരകം ഏറ്റെടുത്ത് ദൈവകുഞ്ഞാടായിട്ട് യാഗമാകുക. ഇതാണ് പുത്രൻ്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കുരിശിൽ യേശു പുത്രൻ തമ്പുരാൻ ഒരുക്കിയ ഈ രക്ഷ ജനഹൃദയങ്ങളിൽ എത്തിക്കുക, ജനത്തെ പാപബോധം വരുത്തി അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുക. അതാണ് ദൈവദാസന്മാരിൽ വ്യാപരിച്ച് അവരുടെ പ്രസംഗത്തിലൂടെ ആളുകൾക്ക് ദൈവബോധവും ദൈവവിജ്ഞാനവും പാപബോധവും ഒക്കെ വരുത്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അവരെ സഹായിക്കുന്നു. ഒപ്പം അവർക്ക് കൃപാവരങ്ങളൊക്കെ നൽകുന്നതിനാൽ അവർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം. കാരണം പിതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിലുണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, ആത്മീക ജീവിതം നിങ്ങൾക്ക് തരും എന്ന് ദൈവം യഹൂദന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരാത്മീയ ജീവിതം, അതായത് ന്യായപ്രമാണം കൂടാതെ, കൽപ്പന കൂടാതെ, യാഗങ്ങളും പെരുന്നാളുകളും വഴിപാടുകളും ദശാംശവും ശബത്തും ഒന്നും കൂടാതെ ഒരാത്മീയ ജീവിതം നയിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരുമെന്ന്
ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോവേൽ പ്രവചനത്തിൽ നിങ്ങൾക്ക് കൃപാവരങ്ങളുണ്ടാകും, അതും എഴുതിയിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ പ്രാപ്തരാകുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യേശു അതാണ് ഇവിടെ പറയുന്നത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ യേശുവിനൊരു വഴിയൊരുക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു യോഹന്നാൻ്റെ വെള്ളത്തിലുള്ള സ്നാനം. എന്നാൽ യേശു പറയുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഉടമ്പടി ചെയ്യും. യോഹന്നാൻ്റെ വെള്ളത്തിലെ സ്നാനം മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, ഞങ്ങൾ നന്നായി ജീവിച്ചു കൊള്ളാം. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. ആത്മീയ ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് വരും എന്ന് കർത്താവ് പറയുകയാണ്. യേശു ഇവിടെ വരുന്നത് വരെ പിതാവിൻ്റെ കാലമായിരുന്നു. യേശുവിൻ്റെ കാലം പുത്രൻ്റെ കാലം. യേശു പോയ ശേഷം, സ്വർഗ്ഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ഈ കാലം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കായി പിതാവിനാൽ അയക്കപ്പെട്ട് ഭൂമിയിൽ വന്ന് ദൈവത്വം തെളിയിച്ച ശേഷം നമ്മുടെ നരകമേറ്റ് കുരിശിൽ മരിച്ച് രക്ഷാമാർഗം ഒരുക്കി ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരികയാണ്. അത് പിതാവിൻ്റെ വാഗ്ദാനമാണ്. യേശുവിനെ കൈക്കൊണ്ട് ഈ ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കാത്തവർ ഇപ്പോൾ കർത്താവിനെ കൈക്കൊണ്ട് ആത്മാവിനാലുള്ള ഒരാത്മീയ ജീവിതത്തിന് പ്രാപ്തരാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.